തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ച നടന്ന് 1.5 ദിവസമാകുമ്പോഴും പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. മോഷ്ടാവിനെ കുറിച്ച് സൂചന പോലും ലഭിച്ചിട്ടില്ല. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി എത്തിയതെന്ന കണ്ടെത്തൽ മാത്രമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കവർച്ചയ്ക്കിടെ അയാൾ ഹിന്ദി സംസാരിച്ചതും എറണാകുളം ഭാഗത്തേക്ക് പോയതുമെല്ലാം അന്വേഷണത്തെ വഴിതിരിക്കാനുള്ള നീക്കമാകാമെന്നാണ് നിഗമനം. ആലുവ പെരുമ്പാവൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിലും പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല. സംസ്ഥാനം വിടാനുള്ള സാധ്യതയുള്ളതിനാൽ അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനാണ് നീക്കം. ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ കവരാൻ ആകെ എടുത്തത് 3 മിനിറ്റ്. എത്തിയത് സ്കൂട്ടറിൽ തനിച്ച്. ആയുധമാകട്ടെ ഒരു കത്തി മാത്രവും. ജീവനക്കാരെ കത്തിക്കാട്ടി മറ്റൊരു മുറിയിൽ അടച്ചു. പിന്നെ ക്യാഷ് കൗണ്ടറിന്റെ ചില്ലുവാതിൽ തകർത്ത് പണാപഹരണം. കൗണ്ടറിൽ 47 ലക്ഷം രൂപ ഉണ്ടായിരുന്നിട്ടും എടുത്തത് 5 ലക്ഷത്തിന്റെ 3 കെട്ടുകൾ മാത്രം. അന്വേഷണ സംഘത്തെ ആകെ കുഴയ്ക്കുന്നതാണ് ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ള. ഫെഡറൽ ബാങ്ക് ശാഖയ്ക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ ക്യാമറകളിലും കവർച്ച പതിഞ്ഞു. എന്നാൽ കറുത്ത ഹെൽമറ്റും ജാക്കറ്റും കയ്യുറകളും ധരിച്ചെത്തിയ ആളെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. പ്രതി ഹിന്ദിയിൽ മാത്രം സംസാരിച്ചത് ഇതര സംസ്ഥാനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാകാമെന്നും സംശയമുണ്ട്. കേസിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് അന്വേഷണ സംഘം പറയുന്നത്. രാത്രി അങ്കമാലിയിൽ പ്രതിയുടെ CCTV ദൃശ്യം ലഭിച്ചെങ്കിലും ഇതും പോലീസിനെ കബളിപ്പിക്കാനുള്ള ആസൂത്രണമെന്നാണ് വിലയിരുത്തൽ. അങ്കമാലിയിലേക്ക് പോയ പ്രതി പിന്നീട് തൃശൂർ ഭാഗത്തേക്ക് തന്നെ തിരികെ എത്തിയെന്നും സംശയിക്കുന്നു. പ്രതി സംസ്ഥാനം വിട്ടിട്ടുണ്ടാകാമെന്ന സംശയത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. തൃശൂരിലും സമീപ ജില്ലകളിലുമായാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കും. CCTV ഉള്ള ഭാഗങ്ങൾ പരമാവധി ഒഴിവാക്കിയാണ് പ്രതി ഹൈവേയിലൂടെ യാത്ര ചെയ്തത്. വാഹനത്തിന്റെ നമ്പർ മനസ്സിലാക്കാൻ പോലും പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കവർച്ച ആസൂത്രിതമായതിനാൽ പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ.